അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. മഹാനായ ശൈഖുന എന്നെ ഉസ്താദ് നവറല്ലാഹു മർകദഹു വദാമത്ത് ബറകാതുഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞിട്ട് 14 വർഷം പൂർത്തിയാവുകയാണ് റമളാൻ 12-ന്. 63 വർഷക്കാലം ഈ ഭൂലോകത്ത് ജീവിച്ച മഹാനായ ശൈഖുന എന്നെ ഉസ്താദ് അവറുകൾ വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ദീൻ കാര്യം പഠിക്കുന്നതിന് വേണ്ടി ചിറയൻകീഴ് കാട്ടുമുറാക്കിൽ ബഹുമാനപ്പെട്ട മൈദീൻ കണ്ണു ഉസ്താദ് അവറുകളുടെ അടുക്കലേക്ക് പോവുകയും അവിടുന്ന് ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് അവറുകളുടെ അടുക്കൽ പോയി പഠനം പൂർത്തീകരിച്ച് ഉപരിപഠനാർത്ഥം ബാഖിയാത്തിലേക്ക് പോയി 2 വർഷം കൊണ്ട് MSc ബിരുദമെടുത്ത് ദറസി രംഗത്ത് നിലയുറപ്പിക്കുകയും ആയിരക്കണക്കിന് ആലിമീങ്ങളെ ഈ ഉമ്മത്തിന് സംഭാവന നൽകാൻ സാധിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. ബാഖിയാത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം പേരുമലയിലും ദേവപുരയിലും കണിയാപുരത്തും കൊടവൂരിലുമായി വളരെ വ്യവസ്ഥാപിതമായി ദറസ് നടത്തുകയും വളരെ ദറസി രംഗത്ത് സൂക്ഷ്മത പുലർത്തുകയും ചെയ്ത മഹാനായ ശൈഖുനായുടെ ശിഷ്യഗണങ്ങളിൽ തികഞ്ഞ മുദരിസുമാർ, അതുപോലെ തന്നെ ഖതീബുമാർ, അതുപോലെ മുഅല്ലിമീങ്ങൾ ധാരാളം പേർ ഇന്ന് വിവിധ പള്ളികളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അൽഹംദുലില്ലാഹ്. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ 25 വർഷം ദറസ് നടത്തിയ കൊടവൂരിലെ നല്ലവരായ ജനങ്ങൾ മഹാനായ ഉസ്താദ് അവറുകളെ സ്വീകരിക്കുകയും ദറസിന്റെ ആവശ്യത്തിന് വേണ്ടത് മുഴുവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. മഹാനായ ഉസ്താദ് അവറുകളുടെ സന്തത സഹചാരിയായിരുന്നു വലിയ കരിക്കകത്തിൽ അബ്ദുസ്സലാം ഹാജി അവറുകൾ. അള്ളാഹു ദറജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ശൈഖുന എന്നെ ഉസ്താദ് അവറുകൾ കൊടവൂരിൽ ഖിദ്മത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് കൊടവൂരിൽ ഒരു മസ്ജിദിന്റെ പണിയെക്കുറിച്ച് ആലോചിക്കുകയും ഒരു വിശാലമായ പള്ളിയുടെ ആവശ്യകത കൊടവൂരിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ഉസ്താദ് അവറുകളും അബ്ദുസ്സലാം ഹാജി അവറുകളും കൊടവൂരിലുള്ള ഒരുപാട് നാട്ടുകാർ താമസിക്കുന്ന പ്രദേശമായ രാജ്യമായ ദുബൈയിലേക്ക് പോവുകയും ദുബൈയിൽ നിന്നും വേണ്ടുന്ന തുകകൾ അവിടെയുള്ള നല്ലവരായ കൊടവൂർ നിവാസികൾ തന്നെ കളക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ടൊരു മഹത്തായ പവിത്രമായ പള്ളി പണിയാൻ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നത് അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ കൊടവൂരിൽ ജോലി നോക്കുമ്പോൾ ഉസ്താദിന്റെ പരിശ്രമ ഫലമായിട്ടൂടെ പണിത മറ്റൊരു മസ്ജിദാണ് ചുള്ളാളം ജുമുഅ മസ്ജിദ്. അൽഹംദുലില്ലാഹ്. ഇത് രണ്ടും ഉസ്താദ് അവറുകളുടെ പരിശ്രമ ഫലമായി നിർമ്മിച്ചതാണെങ്കിൽ ഉസ്താദ് അവറുകളുടെ സ്വന്തം പുരയിടത്തിൽ നിർമ്മിച്ച് തലയെടുപ്പോടെ ഇന്നും നിലകൊള്ളുന്ന വെള്ളാഞ്ചിറ ഹുദൈബിയ അറബിക് കോളേജ്, അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പടുത്തുയർത്തിയ മറ്റൊരു സ്ഥാപനമാണ് മദ്രസത്തുൽ ബനാത്ത്. ആയിരക്കണക്കിന് പെൺകുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠനം നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മദ്രസത്തുൽ ബനാത്ത്. 1000-ഓളം കുട്ടികൾ അഡ്മിഷൻ എടുക്കുകയും പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു കോളേജാണ് അറബിക് കോളേജ്. വളരെ വ്യവസ്ഥാപിതമായി ഇത് സ്ഥാപനങ്ങളും ഇന്ന് നടന്നു വരുന്നു. അറബിക് കോളേജും മദ്രസത്തുൽ ബനാത്തും വ്യവസ്ഥാപിതമായി അൽഹംദുലില്ലാഹ് വളരെ മാതൃകാപരമായി നടന്നു വരികയാണ്. മഹാനായ ബഹുമാന്യനായ ഒലിപ്പാറ റഹ്മത്തുള്ളാഹി മൗലവി ഉസ്താദ് അവറുകളാണ് ഇന്ന് ഹുദൈബിയ ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിഷേധ്യനായ ചെയർമാൻ. ഉസ്താദ് അവറുകളുടെ പ്രവർത്തന ഫലമായി വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ശൈഖുന എന്നെ ഉസ്താദ് അവറുകൾ 14 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയെങ്കിലും ഉസ്താദ് അവറുകളുടെ ആത്മീയ നിയന്ത്രണത്തിന് കീഴിലാണ് ഇന്ന് ഇരു സ്ഥാപനങ്ങളും വളരെ മനോഹരമായി പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ആലിമീങ്ങൾക്ക് സനദ് നൽകാനും അതുപോലെ 100 കണക്കിന് പെൺകുട്ടികൾക്ക് ആലിമ ഹാഫിളത്തിന്റെ സനദ് നൽകാനും ഹുദൈബിയ ട്രസ്റ്റിന് സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ഹുദൈബിയയ്ക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്ന ധാരാളം നല്ലവരായ ജനങ്ങളുണ്ട്. അവരെ എല്ലാം പ്രത്യേകം സ്മരിക്കുന്നു.
മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ ആണ്ട് അനുസ്മരണ ദുആ മജ്ലിസ് വ്യാഴാഴ്ച കൃത്യം 4 മണിക്ക് തന്നെ ഹുദൈബിയ മസ്ജിദിൽ നടക്കുന്നതാണ്. യാ ലത്തീഫ് ദിക്ർ മജ്ലിസ് മഹാനായ തഴവ ഉസ്താദിന്റെ ഇജാസത്തോടുകൂടി വ്യാഴാഴ്ചകളിൽ മുടങ്ങാതെ നടന്നു വരുന്ന യാ ലത്തീഫ് ദിക്ർ മജ്ലിസിന്റെ ദുആയും അന്ന് ഈ ദുആ മജ്ലിസിൽ ഉണ്ട് എന്നത് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ ഒരു ഖത്തം ഓരോ ജുസ് പാരായണം ചെയ്യുക, യാസീൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, ഉസ്താദിന്റെ മദ്ഹ് മനാഖിബുകൾ പറയുക, ദുആ ഇറക്കുക, ഇഫ്താർ സംഗമം, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നടക്കുമ്പോൾ മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവരുടെ ശിഷ്യന്മാരും ഹുദൈബിയായും ഉസ്താദും ബന്ധുക്കളുമായി വേണ്ടപ്പെട്ടവരായ മുഴുവൻ ആൾക്കാരും സഹോദരി സഹോദരന്മാരും ഹുദൈബിയയിൽ തയ്യാറാക്കിയിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.